ഹായ് ഫ്രണ്ട്സ്, ഓട്ടോ ഡിലക്സ് യൂസ്ഡ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള JR യൂസ്ഡ് കാർസിലുള്ള വാഹനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഒരുപാട് വാഹനങ്ങളെ കുറിച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. 2020 ഇറങ്ങിയിട്ടുള്ള ആൾട്ടോ 800 പരിചയപ്പെടുത്തുന്നുണ്ട്, 2012 ആൾട്ടോ കേട്ടൻ പരിചയപ്പെടുത്തുന്നുണ്ട്, അതേപോലെ എത്തിയോസ് പരിചയപ്പെടുത്തുന്നുണ്ട്, 2007 മോഡല്, അതേപോലെ 2010 മോഡൽ, 12 മോഡലിലൊക്കെ വരുന്ന ആൾട്ടോകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറഞ്ഞ വിലയിലുള്ള കുറഞ്ഞ റേറ്റിൽ വരുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ റെഡ് കളറിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. വെറും 40,000 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന അൾട്ടോണിന്റെ ഓടിയിട്ടുള്ളത്. അത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ്. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40% റേഞ്ചിൽ ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സൈഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ്. റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ പറയത്തക്ക എനിക്ക് പെട്ടെന്ന് കണ്ടാൽ അറിയുന്ന പോലത്തുള്ള യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ വാഹനത്തിന് വന്നിട്ടില്ല. LXI ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ നോർമലി വരും, എയർ ബാഗ് വരും. വാഹനത്തിന് ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണുള്ളത്. അതേപോലെ തന്നെ നല്ല ലെഗ് റൂം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ വരുന്നുണ്ട്, അതേപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു വാഹനം ഉള്ളത് മലപ്പുറം ജില്ലയിൽ JR യൂസ്ഡ് കാർ എന്ന് പറയുന്ന കൊണ്ടോട്ടിയുള്ള സ്ഥാപനത്തിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് 3,35,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ വില ചോദിക്കുന്നത്. 2020 മോഡല് ആൾട്ടോ 800 ന്യൂ മോഡൽ വരുന്ന വണ്ടിയാണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. 40,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. വണ്ടിന്റെ വില വരുന്നത് 3,35,000. അപ്പോൾ ഞാൻ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന വാഗനറാണ്. ഇത് 2011 മോഡലാണ്. അതായത് ശരിക്കും 2010 ഒരു വാഗനർ ജനറേഷൻ മാറി വരുന്ന K സീരീസ് എഞ്ചിനിലേക്ക് വരുന്നത്. ഇതാവുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടി മൈലേജ് പഴയ മോഡലിനേക്കാളും ഒന്നുകൂടി മൈലേജ് കാര്യങ്ങൾ കൂടുതലുണ്ട്. അതേപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങൾക്ക് അതേപോലെ ബോഡിക്കൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് 1,98,000 ചോദിക്കണം. 2011 ഡിസംബറിൽ ഇറങ്ങിയിട്ടുള്ള 2013 ലാസ്റ്റിൽ വന്നിട്ടുള്ള വാഗനറാണ്. AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഒക്കെ വരും. വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് മേജറായിട്ട് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ 80% ഓടാനുള്ള ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ കുറേ കാലത്തേക്ക് ടയറിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആയിക്കണ്ട. പിന്നെ റൂഫ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, റെയിൻ ഗാർഡ് വരുന്നുണ്ട്. പിന്നെ വാഹനം സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. മാത്രമല്ല വാഗനറിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് റൂമാണ്. അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള സീറ്റാണ് വാഹനത്തിന് വരിക. സീറ്റ് കവറൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയിലാണുള്ളത്. അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. VXI ആകുമ്പോൾ 4 പവർ വിൻഡോ വരുന്നതാണ്. ഇത് ഫ്രണ്ടിലേക്ക് മാത്രമേ വരുള്ളൂ. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് വേറെ മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫുള്ള് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇനി അടുത്ത് നമ്മൾ മറ്റൊരു വാഹനത്തെ കുറിച്ച് പരിചയപ്പെടാം. ഇനി എത്തിയോസിന്റെ വിശേഷങ്ങളാണ്. ഇത് 2018 മോഡലിൽ വരുന്ന എത്തിയോസാണ്. ഡീസലാണ്. എത്തിയോസ് എന്ന് പറഞ്ഞാൽ സെഡാൻ ടൈപ്പ് ആട്ടോ. എത്തിയോസ് ലിവയും എത്തിയോസും ഉണ്ട്. ടൊയോട്ടയുടെ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ഡിമാൻഡുള്ള വണ്ടിയാണ്. ശരിക്കും ഈ ഒരു മോഡൽ വണ്ടി നിർത്തിപ്പോയിട്ടുണ്ട്. എന്നാലും ഇന്നും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ വണ്ടിയാണ്. അപ്പോൾ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ സിൽവർ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഇത് രജിസ്ട്രേഷൻ ആണ് വാഹനം. 2018 മോഡൽ GD ആണ് ഓപ്ഷൻ. ടയറൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം ഓടാണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. യാതൊരുവിധ ഫംഗ്ഷനും വർക്കിംഗ് അല്ലാതിരിക്കണില്ല, എല്ലാം വർക്കിംഗ് ആണ്. യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും നിലവിലില്ല. അത്യാവശ്യം വലിപ്പമുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. മാത്രമല്ല ഇതിന് മൈലേജ് പറഞ്ഞാൽ ഒരു 20 മുതൽ 24 കിലോമീറ്റർ വരെ ഡീസലിന് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വാഹനത്തിന് ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ള ലെഗ് റൂം കാര്യങ്ങൾ വരുന്നുണ്ട്. വലിപ്പം കൂടിയ സീറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ്. മൂന്നാൾക്ക് സുഖമായിട്ടിരിക്കുക. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. വണ്ടി ഇപ്പോൾ JR യൂസ്ഡ് കാറിലാണ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 20 കിലോമീറ്ററോളം വരുന്ന കൊണ്ടോട്ടിയിലാണ് നമ്മുടെ JR യൂസ്ഡ് കാർ വരുന്നത്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ലൊക്കേഷൻ വരുമ്പോൾ നിങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ലൊക്കേഷൻ നോക്കിയാൽ മതി. അതിനടുത്താണ് കൊളത്തൂർ എന്ന സ്ഥലത്താണ് JR യൂസ്ഡ് കാർ വരുന്നത്. അപ്പോൾ വാഹനത്തെ പറ്റി പറയാനുള്ള മറ്റു കാര്യം 2018 മോഡൽ GD രജിസ്ട്രേഷൻ വണ്ടിയാണ്. 5,90,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ബാങ്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ വാഹനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കാം. അടുത്ത് പരിചയപ്പെടുന്ന വണ്ടി 1,00,000 താഴെ വില വരുന്ന ഒരു വാഹനമാണ്. 2007 മോഡൽ, 2027 റിന്യൂവൽ പേപ്പറെല്ലാം ഉള്ള
ഒരു വൈറ്റ് കളർ ആൾട്ടോ LXI ആണ് ഈ ഒരു പരിചയപ്പെടുന്ന വാഹനം. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. നല്ല വർക്കിംഗ് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ അതേപോലെ റീപ്ലേസോ കാര്യങ്ങളോ ഗ്ലാസ് പോയിട്ട് ഒന്നും തന്നെ റീപ്ലേസ് വന്നിട്ടില്ല. നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടി കേട്ടോ. വൈറ്റ് കളറിലാണ്. ഫ്രണ്ടിലെ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% കോളാനുള്ള ടയറുണ്ട്. പെട്രോളിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് കൂടാതെ 2006 മോഡൽ വണ്ടിയുണ്ട് റെഡ് കളറിൽ, 2005 ബ്ലാക്ക് കളറിലൊക്കെ വണ്ടിയുണ്ട്. അപ്പോൾ ഏത് വാഹനത്തെ പറ്റി അറിയാനാണെങ്കിലും കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷം നോക്കുകയാണെങ്കിൽ പിന്നെ റെയിൻ ഗാർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗിയിലാണ്. പുറകിലെ ടയറും അത്യാവശ്യം ഓടാനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചെറിയൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ്. ഈ വണ്ടിക്ക് 95,000 ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടിയുള്ള JR യൂസ്ഡ് കാറിലാണ്. പിന്നെ വാഹനത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണുള്ളത്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേജർ ആക്സിഡന്റോ വർക്കിംഗ് കണ്ടീഷൻ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. AC ഒക്കെ നല്ല തണുപ്പുണ്ട്, വർക്കിംഗ് കണ്ടീഷനാണ്. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. യാതൊരുവിധ കംപ്ലൈൻറ്റും നിലവിൽ ഈ ഒരു വാഹനത്തിനില്ല. വണ്ടിയുള്ള നമ്പറിൽ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് വണ്ടി വന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ 1 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികളും 1 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇനി അടുത്തൊരു അൾട്ടോ കേട്ടനാണ് പരിചയപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞാൽ 2007 മോഡലാണ്. 27 പേപ്പറിൻ്റെ 27 റിന്യൂവൽ എടുത്താൽ മതി. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിലവിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ലാത്തൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അൾട്ടോ കേട്ടൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ അവസാനം പരിചയപ്പെടുന്ന വാഹനമാണ് അൾട്ടോ കേട്ടൻ. 2012 മോഡലിൽ വരുന്ന വണ്ടിയാണ്. ഒരു 85 കിലോമീറ്റർ ആവറേജ് ഓടിയിട്ടുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അൾട്ടോനെ സംബന്ധിച്ച് വെച്ചാൽ അൾട്ടോ കേട്ടനിലേക്ക് വരുമ്പം 800 cc 1000 cc മാറും. മാത്രമല്ല പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഈ ഒരു 12 തന്നെ വന്നിട്ടുണ്ട്. തട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബമ്പറൊക്കെ ഉണ്ടായിരുന്നു. ബമ്പറൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ടയറൊക്കെ പറഞ്ഞാൽ ഫ്രണ്ടിലെ ടയർ ഒരു 90% ഓടാതെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഗ്രില്ലിനൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ഫാമിലി യൂസേജിന് കുറച്ചൊരു പവറുള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നോളൂ. പിന്നെ മെയിൻ ക്ലാസ് പോലെയുള്ളൊന്നും റീപ്ലേസ് വന്നിട്ടില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഈ ഒരു കാണുന്ന ഫോണിൽ കാണുന്ന അതേ വൃത്തി തന്നെ ഒരു വാഹനം നേരിട്ട് കാണുമ്പോഴും ഉണ്ടാവും. അപ്പോൾ വണ്ടി JR യൂസ്ഡ് കാറിലാണ്. ഞാൻ JR യൂസ്ഡ് കാറിലേക്കുള്ള വഴി ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു 20 കിലോമീറ്റർ ദൂരം വരും. കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയും. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ രാമനാട്ടുകര കഴിഞ്ഞാൽ അടുത്ത കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ വരുന്ന കൊളത്തൂർ, അത് കൊണ്ടോട്ടി ടൗണിന് തൊട്ടടുത്താണ്. കൊളത്തൂർ എന്ന സ്ഥലത്താണ് JR യൂസ്ഡ് കാർ വരുന്നത്. ഇതുപോലെയുള്ള 1 ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾ, 1.5 ലക്ഷം രൂപ വരെയുള്ള വണ്ടികളൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വണ്ടികളൊക്കെ താല്പര്യം വേഗം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ വേറെ ഏത് വണ്ടിയെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾ വന്നോളി. അതേപോലെ ആദ്യമായിട്ടാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നത് തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ചെറിയ കുഞ്ഞു വണ്ടികളെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ഈ വാഹനത്തിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വാഹനത്തിൻ്റെ വിശേഷം നോക്കുക. വാഹനത്തിൻ്റെ പുറകുവശം നോക്കി നിങ്ങൾ നല്ല വൃത്തിയിലാണ്. ഈ ഒരു വൃത്തി നേരിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല പെർഫോമൻസ് ആണ്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കി നിങ്ങൾ നല്ല സീറ്റ് കാര്യങ്ങൾ, അതായത് കമ്പനിയിൽ നിന്ന് ഇറങ്ങി അതേ സീറ്റ് തന്നെയാണ് വാഹനത്തിനുള്ളത്. യാതൊരു കീറലോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് റൂം വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ AC ഇട്ടാൽ തന്നെ അൾട്ടോനെ പോലെ AC ഇട്ടാൽ തന്നെ വലി മുട്ടുന്ന പ്രശ്നം അങ്ങനത്തെ യാതൊരു വിഷയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എവിടേക്കും കൊണ്ടുനടക്കാൻ പറ്റും. അത്യാവശ്യം ഓടാതെ ടയറും കാര്യങ്ങളും അതുകൊണ്ട് 1.25 ലക്ഷം റുപ്യ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 2020 വന്നിട്ടുള്ള അൾട്ടോ ന്യൂ മോഡൽ അൾട്ടോ 800 മുതൽ 2007 അൾട്ടോ പരിചയപ്പെടുത്തി, 2018 മോഡൽ റിയറേഷൻ എത്തിയോസ് പരിചയപ്പെടുത്തി. അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തി. 2011 1,98,000 വാഗ്നർ പരിചയപ്പെടുത്തി. ഇതുപോലെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ കാണുന്ന 4 നമ്പറിൽ ഏതൊരു നമ്പറിലും വിളിക്കാം. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ല ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം നമ്മുടെ ഒരു വീഡിയോക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.